ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ. ജമാഅത്തെ ഇസ്ലാമി മറ്റു മുസ്ലിം സംഘടനകളെ പോലെ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തമായിട്ടുള്ള മതസംഘടന. മതത്തിലേക്ക് രാഷ്ട്രീയാധികാരത്തെ, ആ സ്വപ്നങ്ങളെ സന്നിവേശിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തിയില്ല. വാചക ശൈലിയിൽ ദേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. അതാത് രാഷ്ട്രീയ നിലപാടുകൾ ആ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രത്യയശാസ്ത്രം മാറി, അവരുടെ നിലപാട് മാറി, അവർ മൗദൂദിയെ ഉപേക്ഷിച്ചു, അവർ പുതിയ രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചു എന്നൊന്ന് പറയുന്നതിന് വസ്തുതാപരമായ അടിത്തറയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവർ ഒരു ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫി പിന്തുടരുന്നവരാണ്. ദൈവരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നിരാകരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം നേരത്തെ കേൾപ്പിച്ചല്ലോ. അതുകൊണ്ട് ആ ആശയധാരയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആശയധാരയിൽ നിന്ന് പിന്മാറിയതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമാണ്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്.